ഒരു ഹാഷ്ടാഗ് ഇടുക, 2 തള്ളക്ക് വിളിക്കുക. രേണുസുതി പോകുന്ന ഇഷ്യൂ. സോ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതിനെ കുറിച്ചാണ്. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധി, എല്ലാവർക്കും നമസ്കാരം. റണാസുന കിച്ചു വിഷയം അത്യാവശ്യം കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ രേണു നൈസായിട്ട് കിച്ചുവിനിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് ഒരില്ലാത്ത കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്, അയ്യോ ഞാൻ സുധിയായിട്ട് മരിച്ചപ്പോ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഇതാരാ ഇതൊക്കെ പഠിച്ചു വിടുന്നേ എന്നുള്ളൊരു സാധനം അടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കിച്ചുവിനിട്ടുള്ള ഒരു കൊട്ടായിട്ട് ഇങ്ങനെ തട്ടിയും ഇട്ട് കൊടുക്കില്ല, ആ ഒരു പരിപാടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് ഫ്ലോപ്പായി. ഫ്ലോപ്പ് ആവാത്തവർക്ക് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാത്തവർക്ക് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതുപോലെ കഴിഞ്ഞ മാസവും ഈ മാസമൊക്കെ അടക്കം രേണുവിന്റെ കയ്യിൽ നിന്ന് നിരന്തരം കിച്ചു പൈസ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. ആ പയ്യൻ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഈ വീട് ഇപ്പം ഇവളും ഇവളുടെ ഫാമിലിയും കുടുംബവും എല്ലാം നക്കികളും പിക്കികളും എല്ലാം കയറി അതിനകത്ത് കിടക്കുന്നില്ല വീട്. ആ വീട് അവകാശപ്പെട്ടത് കിച്ചുവിനും മറ്റേ പയ്യനുമാണ്. അതിൽ അവകാശം കിച്ചുവിനുണ്ട്. എന്നാൽ അവൻ അവിടെയാണോ താമസിക്കുന്നത്? ഇല്ല. എന്തുകൊണ്ട് താമസിക്കുന്നില്ല? ഈ ഏപ്പറാച്ചികളെല്ലാം കൂടി ഇടയിൽ വന്ന് അവൻ കിടക്കുന്നതിനേക്കാളും അവൻ വല്ല തിണ്ണയിലും പോയി കിടക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇവള് ഈ നക്കാപ്പിച്ചവൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. സീരിയസ്ലി ഇവളെ നക്കാപ്പിച്ച വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഏപ്പറാച്ചികളെല്ലാം കൂടി അവന്റെ അവകാശപ്പെട്ട വീട്ടിനകത്ത് കയറി കിടക്കുന്ന സ്ഥിതിക്ക് അവൻ എന്തെങ്കിലും അയച്ചു കൊടുക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ളവരെ അങ്ങോട്ട് സൂഹിക്കേണ്ട. എല്ലാം ഒറ്റയ്ക്ക് തൊണ്ണയ്ക്കകത്ത് ഇട്ടും കൊണ്ട് ഇന്ന് കൊണയടിക്കേണ്ട. അങ്ങോട്ട് വല്ലതും ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോട്ട്. പിന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിൽ നിന്നും 10, 200, 300, 500 ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവള് വലിയ അങ്ങ് മറ്റേ സെറ്റപ്പിലൊന്നും കളിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലപോലെ നീ ഉണ്ടാക്കിയിട്ട് ബാക്കിയെല്ലാം നീ എവിടെ ഒതുക്കി വെക്കുന്നുണ്ട് എന്ന് വോട്ടവർ. പിന്നെ അതിന് ഒരു 10, 200, 500 ഇട്ട് കൊടുത്തിട്ട് വലിയ നന്മവരാകണ്ട. പിന്നെ കിച്ചു പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിന്റെ അടുത്തുനിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളല്ല, വർഷങ്ങൾക്ക് മുന്നേ അവന്റെ കുട്ടിക്കാലത്ത് അവൻ അനുഭവിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ നിന്റെ കളി കിച്ചുവിന്റെ അടുത്ത് നടക്കത്തില്ല. അവൻ വലുതായിട്ടുണ്ട്. ഇനി നീ ഗുണമാണെന്ന് പോയി അവൻ പിടിച്ച് ജവരി ചേർത്ത് വയ്ക്കുക, അത് വേറൊരു കേസ്. അതുപോലെ അത് മാത്രവുമല്ല, ഇപ്പോഴും നീ കളിക്കാൻ പോകൂല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ക്രെഡിബിലിറ്റിയും ബാധിക്കുമെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. നിനക്കും കിട്ടും പണി. കാരണം പണ്ട് കാട്ടിക്കൂട്ടിയത് ഇപ്പൊ കിച്ചു വിളിച്ചു പറഞ്ഞപ്പോ തന്നെ എയറില്. അപ്പൊ ഇപ്പൊ ഇനി ഇങ്ങനെ എങ്ങാണ്ട് കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ വീണ്ടും പോവും പഞ്ചായത്ത് വിട്ട് എയറിലോട്ട്. അതുകൊണ്ട് നിനക്കതറിയാം. എന്തായാലും വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോ പരിശോധിക്കാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എന്നെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പലരെ ഇഷ്ടമുള്ളവരെയും പലരെ ഇഷ്ടമില്ലാത്തവരൊക്കെ ലൈക്ക് ചെയ്യാൻ പറയും. ഇപ്രാവശ്യം എന്നെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നെ ഇഷ്ടമുള്ള ആരെയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം, ആരംഭിക്കാം. ആദ്യം തന്നെ ഇവളുടെ തള്ളിന്ന് അങ്ങോട്ട് തുടങ്ങാം. നീ വാതറ ഒരു ഹാഷ്ടാഗ് ഇടുക, 2 തള്ളക്ക് വിളിക്കുക. പോകുന്ന ഇഷ്യൂ. സോ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതിനെ കുറിച്ചാണ്. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധി, അപ്പൊ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഇതില് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ രേണു പറയുന്നുണ്ട്, നിങ്ങൾക്ക് വൈറലാവണമെങ്കിൽ എന്റെ ഹാഷ്ടാഗ് ഇട്ട് വൈറലാകുമെന്ന്. നിന്റെ ഹാഷ്ടാഗ് ഇട്ട് വൈറലാവേണ്ട ഗതികേടൊന്നുമില്ല. നീ വരുന്നതിന് മുന്നേ, നീ ഇവിടെ കിടന്ന് കുണയടിക്കുന്നതിന് മുന്നേ ഇവിടെ പലരും ഉണ്ട്. ഇനി നിന്റെ ഹാഷ്ടാഗ് ഇട്ട് അങ്ങ് വൈറലാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ വേറൊരു കേസ്, നിന്നെ നല്ലത് പറഞ്ഞിട്ടല്ല നാട്ടുകാർ ബാക്കിയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നിന്റെ എല്ലാ തന്തയില്ലായ്മകളെയും നാട്ടുകാർ മുന്നിലേക്ക് വലിച്ചെറി ഒട്ടിച്ച് പടമാക്കി വിടുമ്പോൾ, നിന്നെ റോസ്റ്റ് ചെയ്യുമ്പോൾ, നിന്നെ ട്രോൾ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് ആൾക്കാർ വന്ന് കാണുന്നതാണ്. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഞാൻ മറ്റേ APJ അബ്ദുൽ കലാമാണ്, എന്നെ കുറിച്ച് നല്ലത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ വരുന്നു, കാണുന്നു, അയ്യോ അവരെല്ലാവരും വൈറലാകുന്നു. ഈ ഒരു സെറ്റപ്പല്ല. നീ കാണിക്കുന്ന തോന്നിവാസങ്ങളെ വിളിച്ച് പറയുമ്പോഴാണ് നാട്ടുകാർ വന്ന് വീഡിയോ കാണുന്നത്. മനസ്സിലായോ? പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവളെന്തോ വലിയ സംഭവം ചെയ്തു വിടുന്നു, അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം വരുന്നുണ്ടെന്ന്. ഇനി ഇവള് കിച്ചുവിനെതിരെ നടത്തിയ ഒരു വ്യാജ പ്രചാരണം. അതായത് ഇവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയോ യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള ഒരു സാധനം അടിക്കുകയാണ്. പക്ഷെ അങ്ങനെ ആരുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോ ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് തെളിവ് സഹിതം നീ സംസാരിക്കണം. ഇതങ്ങനെ ഒന്നുമില്ല. നീ തന്നെ ചുമ്മാ ഇരുന്നും കൊണ്ട് ഈ ഒരു വിഷയം ട്രാക്ക് തിരിച്ചു വിട്ട് ആൾക്കാരെ മിസ്ലീഡിങ് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു പരിപാടി നീ പടച്ചു വിടുന്നുണ്ട്. ഞാൻ ഇന്നലെ മുതൽ മൊത്തം തപ്പുവാണ്. നിന്റെ ഈ വീഡിയോ ക്ലിപ്പ് വന്നപ്പോൾ ഇന്നലെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഞാൻ മൊത്തം ഒരു തപ്പുവാണ്. എവിടെ ഇവളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്? കമന്റ് എല്ലാം കയറി ഇറങ്ങി വീഡിയോകളെല്ലാം ഞാൻ ചെക്ക് ചെയ്ത് ഒരിടത്തും കാണാനില്ല. നീ ഒന്നാം തരം ഉടായ്പ പരിപാടിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു സാധനം തിരിച്ചു വിടാനുള്ള ഒരു വകുപ്പ്. എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. മച്ചമ്പിയെ ഉള്ള കാര്യം പറയല്ല. തുടങ്ങാം. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഒന്നിന് തള്ളി മറിക്കാൻ? ഇങ്ങനെ ഒരു ഒറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ച ആ സമയത്ത്, ഈ പറയുന്ന കിച്ചുവിനെ കൊണ്ടുപോയ സമയത്ത്, അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബാക്കിയുള്ള അപരാധി മക്കൾ ഇറങ്ങി 5 സ്റ്റാർ ഹോട്ടലിൽ കഴിച്ച കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇനി നീ അതിനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, ആരെന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തെളിവ് വെച്ച് സംസാരിക്കും.
അല്ലാണ്ട് ചുമ്മാ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയല്ലോ. ഒറ്റ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വന്നിട്ട് തള്ളി മറിച്ച് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തിനെ തന്നെ ട്രാക്ക് തിരിച്ചു വിടുകയാണ്. കിച്ചു ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടപ്പോൾ മൂഞ്ചിയെന്ന് മനസ്സിലായ രേണു എന്ത് ചെയ്ത്, അയ്യോ ഫേസ്ബുക്ക് അമ്മാമ്മയുടെ കമന്റ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞൊരു വീഡിയോ. അത് കാണുമ്പോൾ സഹതാപം കിട്ടുമെന്ന് വിചാരിച്ചു, അവിടെയും തേഞ്ഞൊട്ടി. അടുത്ത വീഡിയോയിൽ കിച്ചു എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് അറിയില്ല, ഇന്നലെ കൂടി ഞാൻ അവനെ വിളിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് സങ്കട വീഡിയോ ഇറക്കി. അതും മൂഞ്ചിയപ്പോൾ അടുത്ത നാടകം. ഓ അയ്യോ ഞാൻ സുധിയേട്ടൻ മരിച്ചു കളഞ്ഞപ്പോ 5 സ്റ്റാർ ഹോട്ടലിലോ. ഈ ഒരു സെറ്റപ്പ്. ഇതിന്റെ ഇടയിൽ വേറെ പ്രൊമോഷൻ, റീൽസ്, മെമ്പർഷിപ്പിന്റെ അകത്ത് വേറെ അപരാധം. എന്നടാ പണി വെച്ചിരിക്കേ. ചേട്ടൻ മരിച്ചു കിടന്നായിട്ട് ആ അടക്കുന്നതിന്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത്. ഓ അതുവരെ നീ കിണറ്റിന്റെ വെളിയിലായിരുന്ന. കിച്ചു വന്നപ്പോഴാണ് നീ കിണറ്റിലോട്ട് ചാടി വെള്ളം കുടിച്ചത്. എന്റെ പൊന്നടാവേ, ഇതിന്റെ ഇടയിൽ നീ കിച്ചുവിനെ പിടിച്ചിടുന്നത് എന്തിനാണ് നല്ലപോലെ അറിയാം. മനസ്സിലായ? ആ ഒരു സമയത്ത് അവനെ തിരിഞ്ഞു പോലും നോക്കാതെ കടന്ന നീ. അങ്ങനെ നിനക്കവൻ വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ക്വാളിറ്റിയാണ്, മനുഷ്യപ്പറ്റെന്ന് പറയും. മനസ്സിലായ? നിനക്ക് ഒരു രീതിയിലും തിരിഞ്ഞു നോക്കാത്ത, അല്ലെങ്കിൽ സുധീരൻ എന്ന് പറയുന്ന വ്യക്തിയോട് പ്രോഗ്രാമുള്ള സമയത്ത് കിച്ചു പോകുന്ന സമയത്ത് വിലക്കുന്ന നീ, ആ നിനക്ക് നീ ഇങ്ങനെ ഉരുണ്ട് പരണ്ട് കിടന്ന സമയത്ത് വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ക്വാളിറ്റി. മനസ്സിലായ? കാര്യം പിടികിട്ടേ എനിക്ക്. അതുകൊണ്ട് കൂടുതൽ കൊണയടിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അയ്യോ വെള്ളം ഇറക്കാതെ ഇരുന്നെന്ന്. പച്ച വെള്ളം ചവച്ചു കുടിക്കുന്ന പിഞ്ച് പിള്ള. കഴിക്കുന്നത് ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോ ഒരു പൊറോട്ട കഴിച്ചോളൂ. ഒരു പൊറോട്ട തന്നെ നിനക്ക് ധാരാളം. പിന്നെ നീ കൊണ എന്ന് പറയരുത്. അന്നത്തെ ദിവസം അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. നീ കുടിക്കേണ്ടടേ. ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എടാ കിച്ചുവിൻ്റെ അടുത്ത് കോൺടാക്ട് ഉണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അടുത്ത് ഒന്ന് മെമ്പർഷിപ്പ് എന്തെങ്കിലും തുടങ്ങി. ഇവളെ കാണിക്കുന്ന അപരാധം കാണിക്കാനല്ലേ. ഇവൻ പാട്ടൊക്കെ പാടുമല്ലോ, നല്ലപോലെ പാട്ടൊക്കെ പാടും. അപ്പോൾ ഇവൻ ഈ മെമ്പർഷിപ്പ് തുടങ്ങിയിട്ട് അതിലൊക്കെ ഇട്ട് അത്യാവശ്യം അതെന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കിച്ചുവിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പറയാനാണ് പറഞ്ഞത്. എനിക്ക് കിച്ചുവായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൂടി സൂചിപ്പിച്ചു പോകുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു ഐഡിയ അവനുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം. ഞാൻ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. കോൺടാക്ട് ചെയ്യാൻ പാടുള്ള കേസൊന്നുമല്ല, പക്ഷെ നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ അവൻ ഇത് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിലും നിനക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. കാരണം ഇവൾ അപരാധം കാണിക്കാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് തുടങ്ങുന്ന സ്ഥാനത്ത് നീ നിന്റെ കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പ് തുടങ്ങിയിട്ട് അതിൽ നീ പാടുന്ന പാട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിന്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ കുറേ പേര് ചിലപ്പോൾ ഒന്ന് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാം. നിനക്ക് നല്ലൊരു ഏണിങ്സിനുള്ള ഒരു വകുപ്പുണ്ട്. ഇവളെ ഒന്ന് നക്കാപ്പിച്ചേക്ക് തെണ്ടേണ്ട കാര്യമില്ല. ഇവളെ ഒന്നും മുന്നിൽ പോയി കഴിഞ്ഞിട്ടേണ്ട കാര്യമില്ല. പിന്നെ അവന് വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവളെ അടുത്തൊക്കെ വന്ന് ഇവളെ കഴിച്ചു കൊടുക്കുന്ന വാങ്ങും. പിന്നെ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. എനിക്കത് ഇത് കംപ്ലീറ്റ് ചെയ്താലേ അത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാപ്പി പോലും കുടിച്ചിട്ടില്ല നിനക്ക് ഇനി മൊത്തം മറ്റേ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം തിന്നാൻ തന്നോണ്ടിരിക്കുക. അയ്യോ നീ കഴിക്കാത്തതിന്റെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇറങ്ങത്തില്ല, വെള്ളം പോലും ഇറങ്ങത്തില്ല കേട്ടാ. നിനക്ക് അവിടെ കഴിക്കാൻ കിട്ടാത്തതിന്റെ സങ്കടമാണ് നീ കാണിക്കുന്നേ. എടി നീ പോയിട്ടുണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞ എന്തുവേ നിനക്ക് തലയ്ക്കകത്ത്? പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്നാനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുത്. ഞാൻ അവിടെ തളർന്ന്. ഇതാര് സംസാരിച്ചെന്ന് നീ ഒന്ന് കാണിക്കേ കേട്ടാ. നീ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. ഇതാരാണ് പറഞ്ഞത്? നീ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി തിന്നന്ന്. ഇല്ലാത്ത കാര്യം പടച്ചു വിടരുത്. പുന്നാരപ്പൂ മുറ്റത്തെ പൂന്തളിരല്ലേ. ഞാൻ പോയിട്ടില്ല സൂചനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട ചോദിച്ചു. നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഇല്ല, ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോ ചേട്ടനെ കൊണ്ടുവരാ, ചേട്ടന്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. നീ നൈസ് മോളാണ് കേട്ടാ. കാര്യങ്ങളൊക്കെ തിരിച്ചൊളിച്ച് വളച്ച് പിടിച്ച് കൊളിച്ച് കിളിച്ചു വിടാൻ. പക്ഷെ നിന്നെ വിറ്റ കാശന്റെ ഉണ്ട്. നിന്നെക്കാളും ലോകോടായി പാടില്ല ഞാൻ. എന്റെ മുന്നിൽ നീ ഇമാര് കള്ളങ്ങൾ തള്ളിവിട്ട് നീ ഇങ്ങനെ കണ്ടു നിൽക്കും മല്ലയ്യ. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നീ മറ്റേ 5 രൂപ 10 രൂപ 5 സ്റ്റാർ വാങ്ങിച്ച് കഴിച്ചത് അതാണ് ഇനി പറയുന്നത്. അറിയില്ല, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മളൊന്നും പറഞ്ഞില്ല. എന്താണെങ്കിലും കാര്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. മല്ലയ്യ എന്നാലും നീ ഇത്രയും തള്ളിയ സ്ഥിതിക്ക് കിച്ചു അവിടെ എന്താണ് പറഞ്ഞതെന്ന് ഒന്ന് കേൾപ്പിച്ചു തരാം. നീ കിച്ചുവിന്റെ തല കൊണ്ട് ഇടണ്ടല്ലോ. കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരൻ എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും പോവാ. കേട്ടല്ല ഈ ഒരു ഇതിൽ പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലിലോട്ട്
പള്ളിക്കാരും വേറെ ആരൊക്കെ കയറി പോയെന്നൊക്കെയാണ് പറയുന്നത്. അല്ല രേണു നിന്റെ പേര് ഇവിടെ കിച്ചു ഓരോരുത്തും പറഞ്ഞിട്ടില്ല. നീ ചുമ്മാ തള്ളി മറിച്ച് വളച്ചൊടിച്ച് വേറെ ഉള്ളവർ പറഞ്ഞു അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് കൊണ അടിക്കാൻ നിൽക്കരുത്. ഇനി വേറൊരു ലേഡി ഈ രേണു പറഞ്ഞതിന് ചുക്കാൻ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് കാണാം. ഹായ് ഗൈസ്, ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് രേണു ആൻഡ് കിച്ചു. ഇതാണല്ലോ ഇന്നത്തെ ഇപ്പൊ മൊത്തത്തിൽ ഇന്റർനെറ്റ് മൊത്തം പോകുന്ന ഇഷ്യൂ. സോ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരാളുടെയും സത്യാവസ്ഥ നമുക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നമുക്ക് രേണുവിനോടുള്ള ഹേറ്റ് മൂലം രേണുവിനെതിരെയും അല്ലെങ്കിൽ രേണുവിനോടുള്ള സപ്പോർട്ട് മൂലം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇതിലെ കുറച്ച് ഫാക്ട്സ് നോക്കുവാണെങ്കിൽ കിച്ചു ഇപ്പോൾ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായത് നിൽക്കട്ടെ, കിച്ചു പറയുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാൻ 20% പറഞ്ഞിട്ടുള്ളൂ, ബാക്കി 80 കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടി മൂഞ്ചു വന്നു. പിന്നെ രേണാസുന വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും കുറെ പറയാണ്ടെന്ന്. നീ പറ, നിന്റെ ഭാഗം കേൾക്കട്ടെ. നീ കുറച്ചിട്ട് കഴിഞ്ഞാൽ കിച്ചുവിന് ബാക്കി കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടെ തീരും കേട്ടാ. മൂട് താങ്ങികൾ വരൂ. അച്ഛനെ കൊണ്ടുപോകാനായിട്ട് 24 സ്റ്റുഡിയോ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവരെല്ലാവരും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിനകത്ത് രേണു ഇട്ട പുതിയ വീട് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് പക്ക പറയുന്നുണ്ട് ശ്രുതിയെ കാണാൻ പോയിട്ട് പോലും ഇല്ല എന്ന് പക്ക പറയുന്നുണ്ട്. ഈ രേണു പറഞ്ഞത് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചാ? അവള് തള്ളി മറിച്ചതാ, അല്ലെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിച്ചൊന്ന് കാണിച്ചാ? ഏത് യൂട്യൂബറാണ് അല്ലെങ്കിൽ ആരാണ് ഈ പറഞ്ഞതുപോലെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി രേണു കഴിച്ചെന്ന് പറഞ്ഞത്? കിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റർ ആരെങ്കിലും പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഇത് എന്ത് ഉദ്ദേശത്തിലാണ് മൂട് താങ്ങുന്നത്? അവള് തള്ളി മറിച്ചതാ. അയ്യോ അല്ലെങ്കിൽ അവളെ തെറി വിളിക്കുന്ന കമന്റ് അടക്കം എടുത്തു വെച്ചിട്ട് അതിന് മറുപടി കൊടുക്കുന്ന അവക്ക് അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് വെച്ച് അവൾക്ക് മറുപടി കൊടുത്തുകൂടായിരുന്നു. അവൾ ചെയ്തോ? ഇല്ല. ഇനി വേണേൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി ക്രിയേറ്റ് ചെയ്തിട്ട് അവൾ അയ്യോ ഇതായിരുന്നു ആ കമന്റ് എന്ന് പറഞ്ഞ് കാണിക്കും. മനസ്സിലായത്? അതും കാണിക്കും, അതിന്റെ അപ്പുറവും കാണിക്കും. അതങ്ങനത്തെ ടീമാണ്. ഇനി പോയി ഫുഡ് കഴിച്ചു ഓക്കെ എന്തെങ്കിലും ആവട്ടെ, രേണുവാണ് ഫുൾ ഇതെങ്കിലും ഇത്രയും നാൾ പിന്നെ എന്തിനാ രേണുവിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നേ? രേണുവിന്റെ വീട് ആര് സപ്പോർട്ട് ചെയ്ത്? രേണുവിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്താണ്, വേറെ ഒറ്റ മനുഷ്യനെ സപ്പോർട്ട് ചെയ്തില്ല. അയ്യേ സപ്പോർട്ട് ചെയ്യുന്നു. രേണുവിന്റെ ഇപ്പൊ രേണു പുതിയ കാർ മേടിച്ചപ്പോൾ അവിടെ പോയി, ബിഗ് ബോസിന് വന്നപ്പോൾ, അതുപോലെ തന്നെ ഗൾഫിൽ പോയപ്പോൾ അങ്ങനെ ഫോൺ വിളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പൊ ഇത്രയും നാൾ എന്തായിരുന്നു മടി? ആര് പേടിപ്പിച്ച് നിർത്തും, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്തിനായിരുന്നു ഇത്രയും മടി? എന്തിനാ വീഡിയോസ്? നിക്ക് അതായത് കിച്ചു ഇത്രയും ദിവസം അവളുടെ കൂടെ നടന്നു, അങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു വെക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവന്റെ നിസ്സായ അവസ്ഥയായിരുന്നു, ഗതികെട്ട അവസ്ഥ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കിച്ചു വാ തുറന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഇന്നും ഇന്നലെയല്ല കുറെ നാളായത് പറയാൻ തുടങ്ങിയിട്ട്. കാരണം എനിക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുകൊണ്ട് കിച്ചു വാ തുറന്നു കഴിഞ്ഞാൽ കഥം ഇതായിരുന്നു സത്യം. ഞാൻ എൻ്റെ സർക്കിളിൽ നിന്നും കിച്ചു സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അടക്കം എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടാ. പിന്നെ ഇപ്പൊ കിച്ചുവിന്റെ അടുത്ത് പോയിട്ട് മുതലെടുപ്പ് നടത്തുന്ന കുറെ സജ്ജിമാരുണ്ട്, പണം പിരിപ്പുകളൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറയാലോ പൊന്നെ അണ്ണന്മാരെ, ഈ പണപ്പിരിപ്പൊക്കെ നടത്തുന്നതേ ആരെങ്കിലുമൊക്കെ നിന്നിട്ട് കിച്ചുടാ നിന്നെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുന്നുണ്ട് പലരും. അത് മനസ്സിലാക്കി നീ നിൽക്കുക കേട്ടോ. നീ ഇനി പൊട്ടനെ പോലെ ആകരുത് കേട്ടോ. നിന്നെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് പലരും നിന്റെ കൂടെ വന്ന് തോളി കൈയിട്ട് ഇപ്പം നിൽക്കും. അത് കേട്ട് നിൽക്കാൻ നീ പഠിക്കണം. 10-20 വയസ്സ് കഴിഞ്ഞില്ലേ, സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കും. പലരും മുതലെടുപ്പിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഇപ്പൊ കൂടെയൊക്കെ വന്ന് നിൽക്കുന്നില്ലേ, ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റ് ഇട്ട ടീം, അത് കണ്ടാലും അറിയാത്തോ കൊണ്ടാലേ അറിഞ്ഞ് പഠിക്കുകയുള്ളൂ എന്ന് പറയുന്ന ടീംസാണ്. അനുഭവം ഗുരു സപ്പോർട്ട് ചെയ്തത്. പെട്ടെന്ന് ഈ ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് അന്നേരം പലരും ചോദിച്ച ടൈമുണ്ടായിരുന്നു. അന്നേരം ഒന്നും എന്റെ പൊന്നു ചേച്ചി, അവന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യമല്ല. ഇപ്പൊ അവൻ ഓക്കെയാണ്, വീണ്ടും കുഴപ്പമില്ലെന്ന് പറയാം. എങ്കിലും അവനൊരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ബെറ്ററാണ്. അവന്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള അവസ്ഥകളാണ്, ആ ട്രോമയാണ് അവനിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അന്ന് അവൻ അനുഭവിച്ചതും അവൻ പല രീതിയിലും വഴിവിട്ട് പോയതും അതിൽ നിന്ന് ലൈഫ് തിരിച്ചു പിടിച്ച് അടക്കമുള്ള കാര്യങ്ങളാണ്. അവന്റെ ആ ഒരു അവസ്ഥ, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്ത ആ ഒരു പ്രായത്തിൽ കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. സ്വന്തം അപ്പൻ മാത്രം ഉണ്ടായിരുന്നു, ആ അപ്പന് മരണപ്പെട്ടു പോയി. അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് എനിക്കന്ന് അവിടെ കാണാൻ സാധിച്ചത്. മനസ്സിലായ ചേച്ചി? കൊണയടിക്കുമ്പോ സൂക്ഷിച്ചു കൊണയടി. ഇപ്പോൾ വന്ന് എന്തുകൊണ്ടാ പറഞ്ഞത്? ഞാനിവിടെ ഇപ്പൊ വന്ന് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയണം. കിച്ചുവിനെ വിളിച്ച് ചോദിച്ചു ഇപ്പൊ വന്ന എന്തുകൊണ്ടാണെന്ന്. അവനെ പൊട്ടി അവസാനം അവനെല്ലാം വിളിച്ച് പറയുന്നത് അവസ്ഥ. ഒരാളെ പർട്ടിക്കുലർലി സപ്പോർട്ട് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മളൊക്കെ മനുഷ്യർ തന്നെയല്ലേ. അപ്പോ അതാണോ ശരി ഇതാണോ ശരി എന്ന് നമുക്ക് കുറച്ചൊക്കെ ഉറപ്പ് വേണമല്ലോ അല്ലേ. സോ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ രേണുവിനെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് കിച്ചുവിനെ അൺസപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പരിപാടിയല്ല. പക്ഷേ എനിക്ക്
കിച്ചു എല്ലാം പറഞ്ഞതിനോട് യോജിപ്പും ഉണ്ട്, അതുപോലെ തന്നെ യോജിപ്പില്ലായ്മയുണ്ട്. ഈ ഒരു അവസരത്തിൽ പെട്ടെന്ന് വന്ന് പറഞ്ഞതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ചേച്ചിക്ക് ഒന്നും മനസ്സിലാവില്ല. കിച്ചു എന്തിനാ പെട്ടെന്ന് വന്ന് പറഞ്ഞതെന്ന്. പിന്നെ രേണുവിനെ കുറിച്ച് പതുക്കെ ഒന്ന് പറയാമായിരുന്നു. അവൻ അവന്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞത്. എന്താ അവന് പറഞ്ഞൂടെ? ഈ സ്ത്രീ കുറെ കാലമായി കാട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കുന്നു. ഇപ്പൊ അവരാതങ്ങളുടെ പീക്ക് ലെവൽ കാണിച്ച് ആ നാണക്കേട് ഫേസ് ചെയ്യുന്ന കിച്ചു വൃതപ്പനുമാണ്. മനസ്സിലായ? അവരാധങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കുടുംബങ്ങളും ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അവരാധങ്ങളെല്ലാം കണ്ട് സഹിച്ച് അവനും ഒരു മനുഷ്യനല്ലേ, അവനും ഇതൊക്കെ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഫേസ് ചെയ്യണ്ടേ? പൊട്ടി, എല്ലാം കൂടി പൊട്ടി. ഇപ്പോഴത്തെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ എല്ലാം കൂടി പൊട്ടി. ഇപ്പൊ അവനെ ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ ഒരു സമയത്ത് അവൻ അനുഭവിച്ചിരുന്ന ഒരു ട്രോമയുണ്ട്. അവന്റെ പ്രേക്ഷകരെടുത്ത് അവന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞ് അവൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള സകലമാന കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് അവന്റെ കൂടെ നിൽക്കണോ? അതോ അതൊക്കെ കുഴപ്പമില്ല, അവൻ എന്തിനിപ്പൊ ഇങ്ങനെ പറഞ്ഞു? ഇങ്ങനെയാണ്. ചുമ്മാ അല്ല, നിങ്ങളെപ്പോലുള്ള കുറെ എണ്ണം ഇവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും മൂട് താങ്ങാനും ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തലകറച്ച് നടക്കുന്നത്. ഉള്ള കാര്യം പറയാം സീരിയസ്ലി. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോ കിച്ചു പറഞ്ഞത്. കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരും എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും പോവാ. കേട്ടല്ലോ, ബോഡി കൊണ്ടുവരുന്ന കേസാണ്. രേണു ഇവിടെ പറഞ്ഞു കിച്ചുവിന്റെ ഇഷ്ടത്തിനാണ് അവിടെ കൊണ്ടുവന്നത്, ഇവിടെ കൊണ്ടുവന്നതിനെ കിടന്ന് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു രേണു. ഒന്നും പറയാനില്ല. ഇതിന്റെ ഇടയിലാണ് 5 സ്റ്റാർ ഹോട്ടലിൽ പോയത്. അവളെ തള്ളാലും കേട്ടും കൊണ്ട് ഓരോരുത്തികൾ ചുക്കാൻ പിടിച്ചിറങ്ങിക്കോളും. ഇനി ഞാനൊരു ഹിസ്റ്ററി കാണിക്കാം. അതായത് രേണു സുധി കിച്ചുവിന് അയച്ചു കൊടുത്താണ് മാർച്ച് 5, മാർച്ച് 14, മാർച്ച് 17, 18, 20, 24 രേണു സുധി അയച്ചു കൊടുത്ത എമൗണ്ടുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുള്ളത്. മേ ബി അയച്ചു കൊടുക്കാതിരിക്കുക. അയച്ചു കൊടുത്തെങ്കിലും ഒരു കുഴപ്പമില്ല. അവന് അർഹതയുള്ള വീട്ടിൽ കയറിയില്ല നീയൊക്കെ കിടന്ന് ഞരങ്ങുന്നത്. മാസം വാടക ഓർഡറി അവിടെ കയറി കുടുംബത്തോടെ പെറ്റടിച്ച് കിടക്കുന്നില്ലേ? അതിന് ഈ നക്കാപ്പിച്ച് 500-200 അല്ല, ഒരു 10-20,000 രൂപ അങ്ങോട്ട് വാടക ഓട്. ഫുൾ വീട് കൺട്രോൾ ചെയ്ത് കയറി കിടക്കുന്നില്ലേ? വാടക ഓട്. ആ പയ്യന്റെ കുട്ടിക്കാലം മൊത്തം നശിപ്പിച്ച് നാറാണത്താക്കിയിട്ട് അവൻ അവകാശപ്പെട്ട വീട്ടിലും വസ്തുവിലും കയറി ഞരങ്ങി തിന്നു തൂറി കിടക്കുന്നു അവിടെ ക്ലോസറ്റ് നിറച്ച്. എന്നിട്ട് അവന് 10-200 ഇട്ട് കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിട്ടിട്ട് വലിയ നന്മ പിള്ള ചവഞ്ഞോണ്ടിരിക്കുന്നു. നീ നിനക്ക് ഉളുപ്പില്ലേ? ഇത് നീ പുറത്തു വിടാതെ ഈ സ്ക്രീൻഷോട്ട് പുറത്തു വരത്തില്ല. കിച്ചുവിനിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ച പരിപാടിയാണ്. അതായത് ഞാൻ ഇത്രയും പൈസ അയച്ചു കൊടുക്കുന്നു എന്നിട്ടും അവൻ എന്താ എന്നോട് ഇങ്ങനെ കാണിച്ചത്? ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടാ കിച്ചു ഇവളെ തന്നെ നക്കാപ്പിച്ച വാങ്ങരുത്. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നീ താമസിക്കും. ഇനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ നീയൊക്കെ അവന് പൈസ കൊടുക്കുന്നതിലും ഒരു തെറ്റുമില്ല. പൈസ കൊടുക്കണം. എന്തിനാ? അവന് അർഹതപ്പെട്ട വീട്ടിൽ കയറി ഇറങ്ങി തൂറി തിന്ന് നടന്നിട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട. അവന് പൈസ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ കാണുന്നില്ല. ഇനി സുധി മരിച്ചതിന്റെ 19 ലക്ഷം രൂപ എങ്ങാണ്ടൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അത് ഇനിയിപ്പോ വീതിച്ചെടുക്കാൻ വേണ്ടി വരുമല്ലോ വട്ടമേശ സമ്മേളനത്തിന്. അതും കൂടി വീതിച്ചെടു. ആ പയ്യന്റെ കുട്ടിക്കാലം നശിച്ച് നാറാണത്താക്കിയിട്ട് അവൾ ഇപ്പം സെൻഡ് ചെയ്ത് കൊടുക്കുന്ന നക്കാപ്പിച്ചയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരിക്കുന്നു. നിനക്ക് ഉളുപ്പുണ്ടാ നിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ ഒരു സാധനം സമ്മതിച്ചു നിന്നെ. കിച്ചുവിനിട്ട് എതിരടിക്കാൻ വേണ്ടിയിട്ട്. അവൻ എൻ്റെ നിന്ന് പൈസ വാങ്ങുന്നുണ്ടല്ലോ, പിന്നെ അവൻ എന്തിനാ എന്നെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ കിച്ചുവിനെ വെറുപ്പ് തോന്നിപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത സാധനം. സമ്മതിച്ചു രണസുന, നിന്റെ കണ്ണുനീര് സമ്മതിച്ചു. നീ ഒരു സൂപ്പർ തന്നെയാണ്. ഇന്നലെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആദ്യം ഒരു കരച്ചിൽ വീഡിയോ ഇട്ട്, എന്നിട്ട് അടുത്ത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ട്രാൻസിന്റെ വീഡിയോ ഇട്ട്, അത് കഴിഞ്ഞിട്ട് അയ്യോ അവളുടെ പ്രൊമോഷൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും കരച്ചിൽ, അത് കഴിഞ്ഞിട്ട് വീണ്ടും കരച്ചിൽ, വീണ്ടും ഒരു ഡാൻസ്, പിന്നെ നിരത്തിയിട്ട്. ഇത് 3 പിൻ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ വാരി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രണസുന. മനസ്സിലായ? ഇവളെങ്ങനെ ഉള്ള ടീമാണെന്ന് ഒന്ന് ഊഹിച്ച് പൂരിപ്പിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഒരു ഡാൻസ് കാണാം. ഇത്രയും ആയ സ്ഥിതിക്ക് ഈ ഡാൻസ് തന്നെ നമുക്കൊന്ന് കാണാം. ബെല്ലി ഡാൻസ്. വാട്സാപ്പ്. നീ കൊറേ കളിക്ക് ഇങ്ങനെ പോകണ ഡാൻസ്. കളി കളി കുറച്ചുകൂടി ആരവത്തോടെ കളിക്ക്. ഇതൊരു എനർജി ഇല്ല. എന്ത് ഏറിപ്പോയ എനർജി കുറവാണ്. അങ്ങനെ പറ്റില്ല. നമ്മൾ നല്ലോണം കളിക്കണം. രണസുന നിന്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കേരളക്കാർ ഇപ്പൊ കാത്തിരിക്കുന്നത്. രണസുനയുടെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. വല നോക്കി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. മതി നിന്റെ ആട്ടം മതി. ഇനി കൂടുതൽ അടി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം സുഹൃത്തുക്കളെ, ഇതൊക്കെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കിച്ചുവിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവളിപ്പോൾ നൈസായിട്ട് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. അയ്യോ ഞാൻ കിച്ചുവിന് ഇത്രയും പൈസ അയച്ചു കൊടുക്കല്ലേ, അവൻ അർഹതപ്പെട്ട വീട്ടിൽ കയറി ഞരയും കിടക്കയില്ലേ, പൈസ കുറേ മാസം 10-20,000 രൂപ വെച്ച് അവന് വാടക കൊടു കേട്ടാ. നല്ലൊരു വീട്ടിലല്ലേ കയറി കിടക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് മെഴുകണ്ട. അവൻ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിച്ചു
അവൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് അവൻ എനിക്കെതിരെ പറഞ്ഞതെന്ന്. അവൻ്റെ കുട്ടിക്കാലം നശിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരെണ്ണമാണ് നീ. അതുപോലെ തന്നെ ഇതിന് മുമ്പേ ഉള്ള, പിന്നെ സ്വന്തം അമ്മ, എല്ലാം കണക്കാ. അങ്ങനെ കുട്ടിക്കാലം മൊത്തം നശിച്ചൊരു പയ്യനാണ് അവൻ. പിന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്ത് നിനക്ക് അവനെതിരെ സംസാരിക്കാനോ അവന് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ വളർന്നു പോയി, മനസ്സിലായ? വല്ല ചിലപ്പോൾ പിടിച്ച് ഒരച്ചങ്ങ് വിടും, പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അങ്ങനെ നീ അടിക്കത്തില്ല അവനെതിരെ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് നെഗറ്റീവ് വരുമെന്ന് നിനക്ക് പറയും. അതുകൊണ്ട് കൂടെ ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ കിച്ചുമോനെ എന്ന് പറഞ്ഞ് അതേ നീ ചെയ്യത്തുള്ളൂ, അതും അറിയാം. അതുകൊണ്ട് കൂടുതൽ നാടകം ഇറക്കല്ലേ രണാസുന. നിന്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കുറെ പേര് പറയുന്നുണ്ട് എനിക്ക് യോജിപ്പില്ല. ഇത്രയും ദ്രോഹിച്ചിട്ട് നീ ഇത്രയും നക്കാപ്പിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പൈസ കൊടുക്കും നേരെ കേട്ടാ ചെറുക്കന്. അല്ലാണ്ട് പിന്നെ ഇവളെയൊക്കെ പൈസ വാങ്ങിച്ച് പോട്ട് അവളെ മറ്റേ അവരാതം പൈസ കോപ്പ് എന്തേലും ചെയ്യും. എന്തായാലും നീ പൈസയുടെ പേരും പറഞ്ഞിട്ട് ചെറുക്കനെ അങ്ങോട്ട് ഊക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരിപാടി കൊള്ളാം, നല്ല സ്ട്രാറ്റജിയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇട്ടാം. ബൈ.